ചാറ് ഒഴിക്കല്ലേ. ഇഷ്ടമുള്ളവരൊക്കെ കുഴച്ച് തിന്നാ മതി, ഞാനല്ലാതെ തിന്നോളാം. അതിപ്പോ എന്റെ കാൽച്ചോട്ടി പോലെ വെള്ളം കാണിച്ചിട്ട് അടിപൊളി. കേറി 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 സെക്സി ബോയിയെ കാണിച്ചു തരട്ടെ. ഞങ്ങളിപ്പോഴേ ഫോണും കൂടെ ഇപ്പൊ അടിച്ചു പോകും ചെറുക്കൻ്റെ ഗ്ലാമർ കാരണം. ഞങ്ങളിപ്പോ വന്ന വഴിക്ക് വാങ്ങിച്ചു കൊടുത്തതാണ്. ആൻസിന്റെ കയ്യില് വന്നു. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളില്ലേ പെരുന്നാളിന്റെ ഒരു 3-4 ദിവസത്തെ അവധിയൊക്കെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങള് ഇങ്ങനെ പോവാണ്. ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടി പെരുന്നാളിന്റെ അവധിക്ക് ബീച്ചിൽ പോകാമെന്ന്, എവിടെയെങ്കിലും പോകാന്നാ പറഞ്ഞത്. അപ്പം ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്താണ് ബീച്ച്. ആൻസിന് ബീച്ച് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ, ആൻസൂട്ടൻ എന്ത് കൊണ്ടുവന്നിട്ട് വേണമെന്ന് ചോദിച്ചാലും ചേട്ടൻ വേണ്ടാന്ന് പറയുന്നു. കേട്ടോ, ആൻസ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടേ വേണോന്ന് ചോദിക്കുമ്പോ ഇന്നാന്നും പറഞ്ഞ് തരുമ്പോ ചേട്ടൻ അത് വേണ്ടാന്ന് പറഞ്ഞ് നിരസിക്കൂന്ന്. ഇവൻ കൊണ്ടുവരുന്ന സാധനം എന്താ നിങ്ങൾക്കറിയാവോ? ബർഗറ്, പിന്നെ മീറ്റ് റോള്, ചിക്കൻ റോള്. അവന്റെ ചിരി നോക്ക്. ഇതെല്ലാം അങ്ങനെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലേ കഴിക്കുള്ളൂ. ഈ ബേക്കറിയിലാണ് അടിച്ചിട്ട് ചേട്ടന് ബീപ്പി കൂടി ആരും ഉണ്ടോ? ഞാൻ എടുത്താ പൊങ്ങുവോ? എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോ? അതെ, ചേട്ടന്റെ ഫോൺ എടുത്തോണ്ട് പോയി അവൻ മീറ്റർ റോള് വാങ്ങിയിട്ട് വേണമെന്ന് എനിക്ക് വാങ്ങിയില്ലാന്ന് പറഞ്ഞത്. സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ആ സ്മെല്ല് പോലും ഇഷ്ടമല്ല. വണ്ടിയിലിരുന്നത് കഴിക്കണപോലും ചേട്ടന് ഇഷ്ടമല്ല. സ്മെല്ല് കേൾക്കുമ്പോ ചേട്ടന് മനം പറയും. അപ്പൊ അങ്ങനെയുള്ള സാധനം ഞാൻ കഴിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഞാനും കഴിക്കാറില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ മീറ്റർ റോള് കഴിക്കാറുണ്ടോടാ? എപ്പോ? എന്നോ? പണ്ട്. അന്നോടുകൂടെ തീർന്ന്. ഞാനിതൊന്നും കഴിക്കില്ല. അതുകൊണ്ട് തരുമ്പോ വേണ്ടെന്ന് പറയും. അല്ല, മേടിച്ചു കൊടുക്കാതെ നിന്നിട്ടില്ലല്ലോ. പിന്നെ അതിൽ വലിയ ഓറഞ്ച് വാങ്ങിച്ചാലോ ചേട്ടാ? ചക്ക ഉണ്ടായിരുന്നു. അത് തണ്ണിമത്തങ്ങ തന്നെയായിട്ട് നമുക്കൊരു കത്തി എടുത്തിടാവുന്നില്ല വണ്ടിയില്. അവിടെ ഓറഞ്ച് ഉണ്ടോടാ? നല്ലതാണോ? നല്ല ഓറഞ്ചാണ്. ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച് ഒരു കിലോ വാങ്ങടാ. ഞങ്ങൾ ഓറഞ്ച് വാങ്ങട്ടെ. നമ്മളിതാ ഇവിടെ നിന്ന് ഓറഞ്ച് വാങ്ങിട്ടോ. ഇപ്പൊ ഓറഞ്ച് വാങ്ങിച്ചിട്ട് നോക്കാം. നല്ല മധുരം ഉണ്ടല്ലോ, നല്ല ഓറഞ്ചാ. നമ്മളിപ്പോ എന്താ തൊടുപുഴ? എടാ എനിക്ക് ഓർമ്മ ഇനി വാങ്ങലാ, നീ ഓർമ്മ എടുക്കടാ. നമ്മളിപ്പോ തൊടുപുഴയാണ് കേട്ടോ. തൊടുപുഴ നമ്മൾ പോയിട്ടില്ല. നമ്മള് നേരെ ചെറായി ബീച്ചിലേക്കാണ് പോകുന്നത്. മുമ്പിൽ പോണ ലോറി ഉണ്ടാവേ. ശരിയാട്ടാ, മുമ്പിൽ പോണ ലോറി ഉണ്ട്. ഇറക്കന്തളകയിലെ താമരാശമ്പള പോലെ ഉണ്ടല്ലടാ. നമ്മളിതാ മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട്. മൂവാറ്റുപുഴ പഴയ മൂവാറ്റുപുഴയല്ല സുഹൃത്തുക്കളെ, പഴയ കൊച്ചിയല്ല എന്ന് പറഞ്ഞ പോലെ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഓർമ്മ വെച്ചപ്പോൾ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ദേ കാണുന്ന ആശുപത്രിയിലായിരുന്നു കേട്ടോ. ഇതാ സെന്റ് ജോർജ് ഹോസ്പിറ്റല്. ബാൽ ടി വി വന്ന ബാൽ ടി വി ഉണ്ട് എനിക്ക്. ബാൽ ടി വി മൂവാറ്റുപുഴക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് കടന്നു പോകണം താമസം. പക്ഷെ മൂവാറ്റുപുഴക്കല്ല മാറ്റം എന്ന് പറയാനില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ റോഡ് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചെന്നേ ഉള്ളൂ. നമുക്കൊരു ഇതില്ലേ പണ്ടെങ്ങനെയായിരുന്നു? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തനിയെ പോയിട്ടൊരു ഡ്രസ് എടുത്ത കടയാണത്. JK. എന്റെ ജീവിതത്തിൽ ആദ്യമായി കാത് കുത്തിയത് ഇവിടെ വന്ന KK ആന്തൂർ. അങ്ങനെ മൂവാറ്റുപുഴയുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. മൂവാറ്റുപുഴ റോഡൊക്കെ ഒരുപാട് ഭയങ്കര സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് സെറ്റപ്പ്. അതല്ല അവിടെ ഇരിക്കുന്ന തട്ടാൻ ചേട്ടൻ. ഇപ്പൊ മൂവാറ്റുപുഴ പാലം, നെടുഞ്ചാലിൽ ഹോസ്പിറ്റല്, അതിന്റെ അപ്പുറത്ത് തോടല്ല പുഴ. ഇതേ പൂച്ചെടി നട്ട് വെച്ചണൊക്കെ ചേട്ടാ, നല്ല രസാണല്ലോ. ഇപ്പൊ ഷാരടിയൊക്കെ ആണല്ലോ പരസ്യം. ചട്ടി വെച്ചാ അത് പാർക്കല്ല വെച്ചേ. ഇതല്ല താഴെ, അത് നെഹ്റു പാർക്കല്ല, അത് ഇതാ
എന്നാ ഇതിന്റെ പേരെന്നായിരുന്നു നിൽക്കുന്ന പുള്ളിയുടെ പേരെന്നായിരുന്നു ചേട്ടാ. നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പലതരം കാഴ്ചകൾ കാണാൻ പറ്റും. ഇപ്പൊ കണ്ട നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ പോകുന്ന വണ്ടിയിൽ കാണുന്നതാണ് കേട്ടോ. ഉത്സവങ്ങളുടെ ഒക്കെ കാലമല്ലേ, ചിലപ്പോ കാവടി ഒക്കെ ആയിരിക്കും. നല്ല രസമുണ്ട്, നല്ല തിളങ്ങുന്ന പേപ്പറുകൾ. അപ്പൊ നിങ്ങൾ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്ന മനുഷ്യനെ അവിടെ കണ്ടിട്ടുണ്ടോ? ഭയങ്കര സ്റ്റൈലിലൊക്കെയാണ് ഇരിപ്പ്. വെയിൽ കാരണം വെച്ചതാ. ഞാൻ പിന്നെ കണ്ണറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി കണ്ണട വെച്ചിരിക്കുന്നതാണ്. ദൂരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വായിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് കണ്ണടിച്ചു പോയി. പക്ഷെ എൻ്റെ ഈ പ്രാവശ്യത്തെ സ്പെക്സ് എനിക്ക് ഇഷ്ടമാട്ടോ. ബ്ലൂ കളർ കോട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് കണ്ണിൽ ഇങ്ങനെ ലെൻസ് വെച്ചതുപോലെ ഈ യക്ഷികളുടെ ഒക്കെ കണ്ണു പോലെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതെ, കണ്ണടയ്ക്ക് ഇച്ചിരി വില കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. എനിക്ക് വയ്യ. നമ്മളിപ്പോൾ ഏതോ ഒരു വഴിയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ പൂഞ്ഞിക്കരയോ പൂഞ്ഞാശ്ശേരി ആലുവ റോഡാണെന്നറിയാം കേട്ടോ. അവിടം വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ആലുവ രാജഗിരി ഹോസ്പിറ്റലാണ് കേട്ടോ. അതിന്റെ മതിലും ഇതാണ് എൻട്രൻസ് അല്ലേ? ഞാൻ വന്നിട്ടൊന്നുമില്ല. രാജഗിരി ഹോസ്പിറ്റൽ അതെന്തുവാ കെട്ടിടമായിരിക്കും ചേട്ടാ ഇരിക്കുന്നത്? ആലുവയില് പാലസ് വല്ലതും ഉണ്ടോ? കൊടുങ്ങല്ലൂര്, കടുങ്ങല്ലൂര്, മണപ്പുറം, നേരെ അത്താണി. പുറത്തിറങ്ങണ്ട, ഞാൻ വണ്ടി ഇരുന്ന് കഴിക്കണുള്ളൂ. ഇപ്പൊ ഞങ്ങള് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് പിടിയും ബീഫും ആണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. അപ്പൊ നമുക്കത് കഴിക്കാം. നമ്മളാണെങ്കിൽ ഇവിടെ ഏതാ സ്ഥലം? ഇനി ഇവിടെ നിന്ന് 9 കിലോമീറ്റർ ഉള്ളൂ ചെറായിലേക്ക്. നമ്മുടെ VD സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ നാടാണ് കേട്ടോ. അവിടെയൊക്കെ പടം പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു, വോട്ട് ഫോർ VD സതീശൻ. അതെ, ബീഫ് അതൊക്കെ ചടിച്ചോണ്ട് ചടിച്ചാൽ മതി. നീ ഒന്ന് മുതലാളിയത് നീ ഒന്നല്ല മുതലാളിയത് ബീഫ് കിടക്കും. അതിലൊക്കെ ചാടിക്കല്ലേ, വാച്ചാല് ഇറച്ചിക്കഷണം മാത്രം മതി. ഇറച്ചിക്കഷണം എന്റെ മേത്തൊന്നും ചാടിച്ചേക്കില്ല. ഇതങ്ങ് അവന്റെ കൊടുക്കാം, അവനെ അടച്ചു വെച്ചോളും. സൈഡ് ചെരിയും. ഇതുണ്ട്, കൈ വേദന എടുക്കുന്ന മനുഷ്യന്മാരെ ഒന്ന് വേഗം എടുക്കാവോ? പിന്നെ പിന്നെ അത് മാറ്റി വെക്കാം. എന്നിട്ട് പിന്നെ കുത്തിയപ്പോ ഇതൊക്കെ വീഡിയോ പിടിക്കണ്ട. വീഡിയോ പിടിച്ചോ, അല്ലല്ലോ ഇത് മാറ്റി വെക്കാം. അപ്പൊ നമ്മളെ ഏകദേശം ബീച്ചിനോട് അടുക്കാറായിട്ടുണ്ട്. ഒരു വന്നിട്ടുണ്ടെങ്കിൽ ബീച്ചാകും. ഇത് കായലോരാണ് കേട്ടോ. ഇത് കായലാണ്. ഏത് കായൽ? വേമ്പനാട്ട് കായൽ അല്ലേ ചേട്ടാ? വേമ്പനാട്ട് കായൽ, എറണാകുളം വേമ്പനാട്ട് കായൽ. അതെ, കൊല്ലത്തൊക്കെ അഷ്ടമുടി കായലല്ലേ? അഷ്ടമുടി കായൽ മറ്റേ ട്രെയിൻ അപകടം ഉണ്ടായതൊക്കെ. ഇത് വേമ്പനാട്ട് കായല. ഇവിടെ അല്ല, അത് കൊല്ലത്ത്. ഇത് വേമ്പനാട്ട് കായല്. വേമ്പനാട്ട് കായല്. കായൽ മത്സ്യം, കക്ക ഒക്കെ കിട്ടുന്നത് കായലിൽ നിന്നാടാ. കക്ക ഇറച്ചിയൊക്കെ ഇല്ലടാ ഇവിടെ. എവിടുന്ന് വെള്ളം വന്ന് എന്താ വള്ളമൊക്കെ. ഇതേ ബോട്ട് ചട്ടി, വള്ളം. In 200 meters, turn right onto Cherai Beach, Munambam Road. വെള്ളം പേടിയായ ഞാനാണ് കടല് കാണാൻ പോകുന്നത്. ഇനിയിപ്പോ ഇങ്ങനെ പോയി കഴിയുമ്പോ കടലെത്തിപ്പോയി. Turn right onto Cherai Beach, Munambam Road. അങ്ങനെ ഗൂഗിളിലെ ചേച്ചിയോട് ചോദിച്ച് നമ്മളിതാ ചെറായി ബീച്ചില് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്, ഒത്തിരി വണ്ടികളുണ്ട്. അവധിയല്ലേ, അപ്പൊ ഒരുപാട് ആളുകളൊക്കെ ഇവിടൊക്കെ പാർക്ക് ചെയ്തിട്ട് ഓർമ്മ വേണം കേട്ടോ എവിടെ ഇട്ടേക്കണേന്നുള്ള കാര്യം. നല്ല കടയൊക്കെ കണ്ടിട്ട് ഒരു തിരിച്ചു വരുമ്പോ കടയൊന്നും കാണില്ലെന്നേ ഉള്ളൂ. നമുക്ക് അങ്ങ് പോയാലോ ചേട്ടാ? അങ്ങ് നമ്മുടെ നാളെ അങ്ങോട്ടല്ലേ പോയത്? അവിടെ പോയാലും ഇറങ്ങിയേ എവിടെയെങ്കിലും ഇടാം. നിങ്ങളെ ഒരു സെക്സി ബോയിയെ കാണിച്ചു തരട്ടെ. ഞങ്ങളിപ്പോഴേ ഫോണും കൂടെ ഇപ്പൊ അടിച്ചു പോകും ചെറുക്കൻ്റെ ഗ്ലാമർ കാരണം.
ഞങ്ങളിപ്പോൾ വന്ന വഴിക്ക് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. പിന്നെ കടലിൽ ചാടാൻ വേണ്ടി മാത്രമായിട്ട്. എടാ തോർത്ത് വാങ്ങിയോടാ? സാരമില്ല, ഇതങ്ങ് ഊരി തുടച്ചാൽ മതി. അപ്പം ഇവിടെയൊക്കെ കിട്ടുമായിരിക്കും ഇവിടെ. അപ്പോൾ ദാസ് ഇവിടെ വണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലം. സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇവിടെ ചെറായി ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ആണെങ്കിൽ ചാടാൻ റെഡി ആയിട്ടിരിക്കുവാണ് കേട്ടോ. ചാടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അല്ലടാ ഇപ്പോൾ സന്തോഷം അങ്ങ് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. കടലിൽ ചാടി ഓടും. നല്ല അടിപൊളി, സൂപ്പർ. സൂര്യനെ അസ്തമിക്കണമൊക്കെ കാണാം. സൂര്യൻ ഉച്ചയിലിരിക്കുക. ഇത്ര കഴിയുമ്പോഴത്തേക്കും പതുക്കെ പോയി തുടങ്ങും. ഇപ്പൊ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്, എന്തിയ വണ്ടി അതേ കിടക്കുന്നു. അപ്പൊ നമ്മുടെ വണ്ടി ഇതേ കിടക്കുന്നതാണ് കേട്ടോ. തിരിച്ചു വരുമ്പോ അത് കാണുമോന്നറിയാവോ? സത്യത്തിൽ എനിക്ക് വെള്ളം കണ്ടാൽ പേടിയാണ് സുഹൃത്തുക്കളെ. ഇതേ അവിടെ ഒരുത്ത നീന്തൽ പഠിക്കുന്നത് കടലിലാണ്. നമ്മുടെ ആൻസുകുട്ട നീന്തൽ പഠിക്കുവാണ് കേട്ടോ. ചേട്ടൻ ലെതറിൻ്റെ ചെരുപ്പ് ഇട്ടുകൊണ്ട് കടലിൽ ഇറങ്ങി നിൽക്കുക. അല്ലെങ്കിൽ ലോക്കൽ വള്ളിച്ചെരുപ്പ് ഇട്ട് ഇറങ്ങുന്ന ടീമാണ്. അപ്പോൾ വെള്ളം പേടിയാണെങ്കിലും നമ്മളും കുറച്ചൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങും കേട്ടോ. ഇച്ചിരി വെള്ളം കുറവാണെങ്കിൽ അടുത്ത വെള്ളം ഭയങ്കര കൂടുതലായിരിക്കും. അതാണ് കുഴപ്പം. ചേട്ടന് ചാടണം എന്നൊക്കെ ഉണ്ട്. പിന്നെ ചേട്ടൻ വേറെ ഡ്രസ്സൊന്നും എടുക്കാത്തത് കൊണ്ട് ചേട്ടൻ ഏകദേശം തയ്യാറെടുപ്പിലായിട്ടുണ്ട് കേട്ടോ. ബിന്ദുസ് ഡ്രീംസ് വരില്ല. അതിന്റെ മുകളിൽ എഴുതിയ മായുമില്ലടാ. അതെന്നാടാ നീ എന്നെ എഴുതണേ? ഇറ്റ്സ് മീ ആൻസർ. ഓ എന്ന് എടാ തെറിപ്പിക്കല്ലേടാ. ഞങ്ങളാരും ഉടുപ്പൊന്നും വേറെ എടുത്തിട്ടില്ല. നീ മാറിക്കോ, തിരമാല വന്ന് കയറുമോന്നറിയാൻ വേണ്ടി. ഇല്ല, വന്നില്ല. ബിന്ദുസ് ഡ്രീംസ്. എടാ വരുമോ നോക്കട്ടെ. അത് പിന്നെ എൻ്റെ കാഴ്ചോട്ടി പോലും വെള്ളം കാണിച്ചിട്ട് അടിപൊളി. കയറി. അവന് നല്ല രീതിയിൽ കുഴിയിൽ താത്തി. എല്ലാവരൊക്കെ എൻജോയ് ചെയ്യുവാണ്. ഞങ്ങളും എൻജോയ് ചെയ്യുവാണ് കേട്ടോ. ആൻസൂട്ടൻ എൻജോയ് ചെയ്യാനൊരു ബോൾ വാങ്ങിച്ചു കൊടുക്കും. അവൻ അതുകൊണ്ട് എൻജോയ് ചെയ്യുന്നു. ഞങ്ങൾ കടലോരത്തു കൂടി നടന്നുകൊണ്ട് എൻജോയ് ചെയ്യുന്നു. പരവേശം എടുക്കുവാന്ന് പറഞ്ഞു ഓടി നടക്കുന്ന ചേട്ടനെ കണ്ടോ? പരവേശം എടുക്കുമ്പോൾ കടലിന് തിരിഞ്ഞു നിന്നാൽ മതി എന്നാ പറഞ്ഞ്. കടലിന് തിരിഞ്ഞു നിന്നാൽ പരവേശമൊക്കെ മാറി കിട്ടുമെന്ന്. കടല് ഞങ്ങളുടെ ഒരു ഞങ്ങളൊരു ചോക്കോബാറൊക്കെ വാങ്ങിച്ച് കഴിച്ചിങ്ങനെ കടൽ തീരത്ത് ഇരിക്കുകയാണ് കേട്ടോ. ദാസ് തൈറോസ് അവിടെ ആട്ടോ നമ്മളിപ്പോൾ ഇത്രയും കാഴ്ചകളെല്ലാം കണ്ടത്. എന്താണേലും ഒരു നഷ്ടവും വരാനില്ല. 150 രൂപയാണ് ഇവിടുത്തെ പാസ്. ആൻസൂട്ടന് അവർ 100 രൂപ എടുത്തുള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ആൻസൂട്ടനായിരുന്നു കേട്ടോ. അപ്പം ദാസ് തൈറോസ് ചെറായി ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും അതിനകത്ത് കയറി കാണണം. കൊടുക്കുന്ന പൈസ മുതലാക്കാം. കാണാനുണ്ട്, നല്ലൊരു അനുഭവമാണ്. ഉണ്ടോടാ അതുപോലെയുള്ളതിനാ
ഉറങ്ങുവാണോടാ? അയ്യാടാ, ആൻസിന്റെ കയ്യിൽ വന്നിരുന്നില്ലേ ചേട്ടാ? ആൻസി വേടാ, പുറകെ വാ. തിന്നോ? അവന്റെ ഉള്ളത് കൂടെ പോയി. കുട്ടന്മാരെ എല്ലായിടത്തും എല്ലാരും കൂടെ വാടാ വാടാ, രണ്ടുപേരും കൂടെ പോവല്ലടാ. പിടിക്കില്ലടാ, തന്നെ വന്നിരുന്നോളൂടാ. പക്ഷികളെ അങ്ങോട്ടും ഇങ്ങോട്ടും അതെങ്ങോട്ട് പോയടാ? അമ്മരൊക്കെ വിശപ്പൊക്കെ മാറി. ഇവർക്ക് ഇങ്ങനെ ട്രെയിനിങ് കൊടുത്ത് കാണും അല്ലേ? അല്ലെങ്കിൽ ഇവര് മനുഷ്യരുടെ അടുത്ത് വരത്തില്ലല്ലോ. തിന്നോപ്പാ, തിന്നോ തിന്നോ. ശുണ്ടരിയാണല്ലോ, ശുണ്ടരിക്കുട്ടി. തുന്തിരി ഭാവയാണല്ലോ. ചേട്ടൻ മൊത്തം കൊടുത്തോ? നീ തിന്നോടാ, നീ ധൈര്യമായിട്ട് തിന്നോ. കണ്ടോ, നമുക്ക് വൈറലാവണ്ട, വൈറലാവണ്ട. നീ വൈറലായി. തിന്നോ. ഇതേ നിന്നെപ്പോലെ ഒരു പക്ഷി, അവനും തിന്നുവാ. കണ്ടോ? പിടിക്കരുത്. എടാ മാറാ മാറാ, ഞാൻ ഇവനൊന്ന് തീറ്റ കൊടുക്കട്ടെ. അവനാണെങ്കിൽ സ്ലോ മോഷനിലാണ് കൊത്തി തിന്നുന്നത്. തൊടണ്ട. കണ്ടാടാ, നിന്നെ പോലെ ഇരിക്കും തത്തമ്മ. ഇതെന്ത് പക്ഷിയാ ചേട്ടാ? തത്തയുടെ ഒരു മോഡലാ അല്ലേ? മാറി ഈ കാണുന്നൊക്കെ. നീ അടുത്തേക്ക് വരണ്ട. പക്ഷി ഇവൻ അടുത്തേക്ക് വരുമ്പോ പക്ഷി തിരിയുക. എന്നപ്പാ തുന്തിരിയാണല്ലോ, നമുക്ക് വീട്ടിൽ പോവാ. തണുത്തിട്ട് ഇതേ ഇത് നോക്ക്. ഇവനൊക്കെ കമ്പി കടിച്ചു മുറിക്കാൻ നോക്കുക. ഹലോ ഹലോ മോനെ, ഹായ് ഹായ്. നീ ആ കമ്പി മുറിക്കാൻ നോക്കുവാണ്. ആ പേരെന്നാ? ഹലോ ഹലോ. ആ മോന്റെ പേരെന്നാ? സുഖം. സുഖമാണോ? ഹലോ ഹലോ ഹലോ. പേരെന്താന്ന്? സുഖമാണോന്ന്? അമ്മമാർക്ക് പരസ്പരം മിണ്ടാലോ. എങ്ങനെ അപ്പുറത്തേക്കൊന്ന് കളക്കൂടാ എന്റെ അടുത്തേക്ക്. ബോളിൽ കൂടെ കയറ നോക്കിക്ക്. എടാ ഇവിടെ വന്നേ. ഹായ് ഹലോ ഹലോ ഹലോ. കുടുംബം ഹലോ. ആ ഇത് നമ്മുടെ കുട്ടുമോനാണല്ലോ. കുട്ടുമോനെ കുറിച്ച് കുട്ടുമോനെ പോലെയുള്ള വേറൊരു കുട്ടുമോനെ നമ്മൾ ഇവിടെ വെച്ച് കണ്ടു കേട്ടോ. കുട്ടുവാണോ? കുട്ടു. ഹായ് ഹലോ. പേരുണ്ടല്ലോടാ? 3 പേരുണ്ടോ? ആ അതതിന്റെ കുഞ്ഞാണോ? അതിനെ കണ്ടില്ലായിരുന്നു. മൂത്ത് പോയതല്ലേ? അല്ലേ? നിറച്ച് വെള്ളമല്ലേ നോക്കി. ആ രാപ്പമ്മയാണോടാ? അറയിപ്പാമ്മ, അത് പറയിപ്പാമ്മ ജിഗാസ്.
കാല് വൃത്തിയാകും. എന്താ അവിടെയാണ് നമ്മൾ പോയത്. സീറ്റേ കയറണ്ട, അവിടെ കുത്തിയിരുന്നോണ്ട് ഉണ്ടാക്കാൻ പറ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതേ നിൽക്കുന്നതാണ് ഒട്ടകം. എന്തിനാട്ടോ ഒട്ടകം? അവൻ്റെ ഒട്ടകത്തിന് മുമ്പിൽ രണ്ടുപേര് വന്ന് നിന്നു. ഐ ആം സോറി അളി, അവർ മാറിക്കഴിയുമ്പോൾ ഞാൻ പിടിച്ച് കാണിച്ചു തരാം. അവർ പതുക്കെ മാറി. ആ നിൽക്കുന്നതാണ് ഒട്ടകം. ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ അതേ ഒട്ടകം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ പുറത്തൊന്ന് കയറ്റാവോ എന്ന് വെച്ചപ്പോൾ ചേട്ടൻ പറയാം അതിൻ്റെ കാര്യമില്ലാഞ്ഞിട്ട് കയറ്റൂലാന്ന്. കാരണം ചേട്ടൻ ഇത്ര നാളും മണലാരണ്യത്തിൽ കിടന്നതുകൊണ്ട് ഒട്ടകത്തിന് ഒന്നും ഒരു മീച്ചമില്ല കൈസ്. പാവ ഒട്ടകം. ഒട്ടകം പോണു, എന്റെ പോണു ഒട്ടകം. ഒട്ടകത്തിന്റെ പുറത്ത് കയറണ ഏണി വെച്ചാ. ഒട്ടകത്തിന്റെ ഇറച്ചി നേക്കണോ, ഒട്ടകത്തിന്റെ പുറത്ത് കയറിയേക്കണോ, ഇതാണ് കിടന്നിട്ടോ. മോശം മോശം കാറേലോ. ഞാൻ കാണിച്ച നല്ല മൊബൈലാണ് കൈസ്. ഏകദേശം ഒക്കെ അസ്തമിക്കാൻ വേണ്ടിട്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ സൂര്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് സൂര്യന്റെ യഥാർത്ഥ മുഖം. നിങ്ങളാ മുഖം ഒന്ന് കാണണം. സൂം ചെയ്തിട്ടുണ്ട് ഞാൻ സൂര്യന്. ഇത്രയും റൗണ്ടേ ഉള്ളൂ സൂര്യന്. സൂര്യന് ചുറ്റും മഞ്ഞ കളറുണ്ട്, നടുക്ക് വെള്ളയാണ്, ചുറ്റും ഓറഞ്ച് കളറാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് സൂര്യൻ. അപ്പോൾ ഇവിടെ ഇരുന്നൊരു ചേട്ടൻ, അയ്യോ ചേട്ടനെ കണ്ടില്ലോ, അത് ഏതാണ്ട് കാറ്റാടി കളിപ്പാട്ടങ്ങൾ അങ്ങനെയുള്ള ലൊട്ടിലൊടുക്ക് സാധനങ്ങളെല്ലാം വിൽപ്പനയ്ക്ക്, പട്ടം ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നല്ല തിരക്കായില്ല ചേട്ടാ? ഇപ്പം നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നോക്കൂ ഗൈസ്. ഫോട്ടോ എടുക്കുന്നവർ വേണ്ട സൂര്യനെയൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയൊക്കെ എടുക്കുന്നു. ആ ചേട്ടൻ്റെ കയ്യിൽ സൂര്യനുണ്ട് ഗൈസ്. നമ്മുടെ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട് കേട്ടോ. അയ്യോ സൂര്യനെ കാണാതെ പോയി. എന്തി ചേട്ടാ സൂര്യൻ? അവിടെ ഉണ്ട്. അപ്പം ഗൈസ് സൂര്യൻ്റെ താഴ്ന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. സൂര്യൻ്റെ കളർ ഇതാ അതുപോലെ ആയിട്ടുണ്ട്. സൂര്യൻ ഇപ്പം തന്നെ മറിഞ്ഞു പോകും. സൂര്യന് റെഡ് കളറൊക്കെ പോയി ഗൈസ്. പക്ഷെ ഇവിടെ ഇപ്പോഴും വെട്ടമുണ്ട്. അതായത് സൂര്യൻ വേണ്ട നമുക്ക് ജീവിക്കാൻ. വെളിച്ചത്തിന് സൂര്യൻ വേണ്ടെന്ന് തോന്നുന്നു. പക്ഷെ സൂര്യൻ പോയെങ്കിലും കുറച്ച് വെട്ടമൊക്കെ അവശേഷിപ്പിച്ചിട്ടാണ് പോയത് കേട്ടോ. ഇവിടെ നോക്കി ധാരാളം ആളുകളുണ്ട്, നല്ല വെട്ടമുണ്ട്. ഞാൻ ഒട്ടും ക്ലാരിറ്റി ഒന്നും കൂട്ടിയിട്ടിട്ടില്ല, എങ്കിലും നല്ല വെട്ടമുണ്ട്, നിറച്ച ആളുകളുമുണ്ട്. നമ്മളിവിടെ വരുമ്പോൾ നമ്മളാ സൂര്യൻ്റെ വേരിഞ്ഞ് ഉണങ്ങിയായിരുന്നത്. പക്ഷേ ഇപ്പം നല്ല തണുപ്പും നല്ല കാറ്റും. ഇപ്പോൾ വന്നവർക്കൊക്കെ കോളടിച്ചു പോയി. സൂര്യൻ പോയെങ്കിലും ചെറുപ്പം അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അത് എങ്ങും പോയിട്ടില്ല, അതിൻ്റെ അപ്പുറത്ത് എവിടെയോ പോയി ഒളിച്ചിരിക്കുന്നുണ്ട്. ഇനി നാളെ രാവിലെ പൊങ്ങി വരുമ്പോൾ കാണാം. നാളെ പൊങ്ങി വരുമ്പോൾ ഇവിടെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ ചേട്ടാ, ഇത് പടിഞ്ഞാറല്ലേ. ഇനിയിപ്പോൾ കന്യാകുമാരി പോകണം ഉദയം കാണണമെങ്കിൽ. നമുക്ക് പോയാലോ എന്നാൽ പിന്നെ നാളെ കന്യാകുമാരി. അപ്പം അതേ ചേട്ടൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു അടുത്ത ട്രിപ്പ് കന്യാകുമാരിക്കാണ്. ഞാൻ പറയും ചേട്ടൻ കന്യാകുമാരി കൊണ്ടുവന്ന് പറഞ്ഞു. സാക്ഷികളതേ 95,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കയറി പോന്നോളാം, സൂര്യൻ പോയെന്ന്. അവനെവിടെ അർമാദിക്കുന്നു? ഇപ്പം അവനെ എവിടെ പോയി കണ്ടുപിടിക്കും? കടൽ കാറ്റിനോടം വിട ചൊല്ലിപ്പോകല്ലേ. അപ്പോൾ ഇവിടെ സമയം കഴിഞ്ഞു. ലൈഫ് ഗാർഡുകൾ എല്ലാവരും വിളിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, സൂര്യൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. സമയം കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പൊക്കോളാനാണ് ഇവർ പറഞ്ഞത്. പിന്നെ കടലിൽ നിൽക്കുന്നത് റിസ്ക്കാണ്, കാരണം നൈറ്റാണ്. അവർക്കും ജോലി രാവിലെ മുതൽ വെയിലത്ത് അവരും കുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ അവർക്കും പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കയറ്റി ഇനിയിപ്പോൾ നമുക്കൊക്കെ വീട്ടിലേക്ക് പോകും. സമയം കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി ഫോട്ടോ എടുക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു ട്രിപ്പൊക്കെ പോയിട്ട് വന്നു. ഇനിയാണ് പണി കിടക്കുന്നത്. ഇതാ കൊണ്ടുപോയ കുപ്പികൾ, ഇതാ കൊണ്ടുപോയ പാത്രം, ഇതെല്ലാം കഴുകി വെക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴുകി വെച്ച് ബാക്കി ജോലിയിലേക്കൊക്കെ പോകട്ടെ. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുമായിരിക്കും. ദിസ് ഈസ് ബിന്ദു സ്ട്രീംസ്. ബൈ.